കണ്ടു. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ബുക്കാണെന്നൊക്കെ തോന്നുള്ളൂ. കണ്ടോ, ബുക്കാണെന്നൊക്കെ തോന്നുള്ളൂ. പക്ഷേ ഇത് ബുക്കല്ല, നമുക്ക് ഒരു പേപ്പർ സോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകൂലേ, അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാം അമ്മമാർ വല്ല ചിക്കൻ കറിയോ ചിക്കൻ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും, ഒരു ചീഞ്ഞൊക്കെ സ്മെല്ലായിരിക്കും. അപ്പം അത് മാറാൻ വേണ്ടി നമുക്ക് കൈയൊക്കെ കഴുകാനായിട്ട് ഒരു പേപ്പർ സോപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ കൈ കഴുകിയപ്പോൾ പാത്രം മണമാണെങ്കിൽ പാത്രം കഴുകേണ്ടി വേണ്ടിയിട്ട് സ്ക്രബ്ബറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പിന്നെ സ്റ്റാപ്ലെയറാണ് ഇവിടെ അടച്ച് വെച്ചേക്കുന്നത്. അപ്പം സ്റ്റാപ്ലെയറിൻ്റെ ഒരു കുത്തു പോലെ ഉണ്ട്. സ്റ്റാപ്ലെയർ ഇങ്ങനെ അടഞ്ഞ് എടുക്കുകയാണ്. അപ്പം ഞാൻ കത്ര വെച്ച് നിവർത്തിയിട്ടുണ്ട്. നമുക്ക് പാത്രം കഴുകിയിട്ട് ഇതിങ്ങനെ വെക്കാം. കണ്ടോ, ഇത് വേഗം വെക്കാം. ഇങ്ങനെ ചുരുണ്ട് കിടക്കണം, കാരണം വേഗം കൂടി കിടന്നോളും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വറുത്താനും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പീസ് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു എടുക്കുക, കൊടുത്തിട്ട് ഇങ്ങനെ കുറയ്ക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒരു വെള്ളം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നന്നായി പതിപ്പിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നന്നായി പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വേഗം തന്നെ നിങ്ങളൊരു 1K സബ്സ്ക്രൈബർ ആക്കണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നന്നായി പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മുടെ കൈയൊക്കെ നന്നായി കഴുകി അടിപൊളിയാക്കുന്നുണ്ട്. നല്ല മണമുണ്ട് കണ്ടോ, ക്ലീനായി കൈ. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രബ്ബർ എടുത്തിട്ട് കൈൻ്റെ ഒരു പാത്രമുള്ളൂ. അപ്പോൾ പാത്രം ഞാൻ വെച്ച് കാണിച്ചത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കാം. ഇനി നമ്മുടെ പേപ്പർ സോപ്പ് എടുക്കാം. വീണ്ടും നമ്മുടെ പേപ്പർ സോപ്പ് എടുത്തിട്ട് ഇച്ചിരി എടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്നാണ് എടുക്കുന്നത്, കാരണം നമ്മുടെ പാത്രം കഴുകാൻ ഇത്തിരിയൊക്കെ വരും. ബാക്കിൽ നിന്ന് എടുക്കുന്നുണ്ട് പേപ്പർ സോപ്പ്. എടുക്കുക, കീറ ഇട്ട് അതേ വരയ്ക്കുന്നു. ഇട്ട് പേപ്പർ ഇങ്ങനെ മുക്കുക, അങ്ങനെ കഴുകാം. പിന്നെ പാത്രമില്ല, ഈ ഒരു പാത്രത്തിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. പിന്നെ നമ്മുടെ പാത്രം ഇങ്ങനെ കഴുകാം കേട്ടോ. പാത്രം കഴുകിയിട്ട് പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം, കാരണം ഇത് വേഗം ഇതൊക്കെ പോകും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഡ്രൈ ആക്കാം. അപ്പോൾ അത് കുഴപ്പമില്ല, ഇങ്ങനെ പിഴിഞ്ഞാൽ മതി, വേഗം ഉണങ്ങി കിട്ടും. സ്ക്രബ്ബർ ആയതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും. നമ്മുടെ കൈയും വൃത്തിയായി, നമ്മുടെ പാത്രം വൃത്തിയായി. നന്നായി ഇങ്ങനെ കുറഞ്ഞെടുക്കും. ഇങ്ങനെയൊക്കെ ആവും. ഇങ്ങനെ നന്നായി ചെയ്താൽ മതി, വേഗം തന്നെ ഉണങ്ങി. ഇത് വീണ്ടും എടുത്തിട്ട് നമ്മുടെ ബുക്ക് തുറക്കാം. ഇതിൻ്റെ ബാക്കിലത്തെ വശത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്, കാരണം അത് ഞാൻ കാണുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റാപ്ലെയർ വെക്കാം, ഇങ്ങനെ ചെയ്യാം. ഇതിലൂടെ വെക്കാം, അടക്കാം, ബാഗിലിടാം, ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായി കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലേ മോഡലും പിന്നെ ക്രാഫ്റ്റും കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ടിപ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടുകാരിക്കൊക്കെ ഒന്ന് കൊടുക്കാം ഹെൽപ്പായിട്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ.